ടീന. പിന്നെ എൻ്റെ നെയിൽസ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇന്നലെ ഉണ്ടല്ലോ ഞാനൊരു നെയിൽ പോളിഷിൻ്റെ കടയിൽ പോയി അവിടെ ഒരുപാട് ഇങ്ങനത്തെ വെച്ചിരിക്കുന്നു. പിന്നെ 500 രൂപേൻ്റെ ഒറ്റ പ്രൈസ് കൂട്ടിയതാണ് ഞാനെടുത്തത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആടി അവിടുത്തെ ചേച്ചി പറഞ്ഞ് ഇതാണ് ഇവിടുത്തെ ഒറ്റ ഫാഷൻ എന്ന്. പക്ഷെ ആരും വാങ്ങില്ല, റേറ്റ് കൊണ്ടേ. അതുകൊണ്ടേ ഞാനെടുത്തു. ഓടി നല്ല രസമുണ്ടായിരുന്നു. ലാസ്റ്റത്തെ പീസായിരുന്നു, അത് ഞാനെടുത്ത്. എടി എങ്ങനെയുണ്ടടി? ഇത് ടീന എങ്ങനെയുണ്ട്? അടിപൊളിയാ? എങ്ങനെയുണ്ടെന്ന് പറയടി എൻ്റെ നൈൽസ് നോക്കിയിട്ട്. നല്ല ക്യൂട്ടല്ലേ? നല്ല എസ്തറ്റിക് ആയിട്ടില്ലേ? എങ്ങനെയുണ്ട്? ഇതിന് 500 രൂപയാണ് ഒരു പാക്കേജിന്. ഇങ്ങനത്തെ 5 എണ്ണം വരും. ഞാൻ പിന്നെ നെയിൽ പോളിഷൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കൂടി ഇങ്ങനത്തെ നെയിൽസ് ആണ്. എന്നെ ഒച്ച നോക്കും. ശരിക്കും മറ്റേ BTSലെ പെണ്ണുങ്ങൾ, മറ്റേ ലിസ റോസ് അങ്ങനത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ ആക്കുന്നില്ലേ, അതേപോലെ ഇല്ലേ? എങ്ങനെയുണ്ടേരി? സാവിത്രിൻ്റെ അടുത്തുള്ള സാധനം എന്ത് രസമാണ്. അതെങ്ങനെയെങ്കിലും പോക്കണം. 500 രൂപയേ ഉള്ളൂ. ലാസ്റ്റത്തെ പീസ് അവളെ എടുത്ത് കൊണ്ടുപോയല്ലോ. ഒരു ഐഡിയ കിട്ടി. എടി സാവിത്രി, എൻ്റെ സാധനം ഒരു കൊള്ളത്തില്ല. മറ്റേ കൊള്ളിയില്ലേ, കൊള്ളിക്ക് പെയിൻ്റ് അടിച്ചിട്ട് നെയിൽസിന് ഇട്ട പോലെ ഉണ്ട്. അതേപോലെ തന്നെ നിൻ്റെ ഓൾഡ് ലുക്കാട്ടോ രസം. ഇത് ഒരു രസമില്ലടി, കാണാനില്ലേ ഒരു രസമില്ല. ആരും നിന്നെ തന്നെ നോക്കില്ല, നിന്നെ നോക്കി എല്ലാവരും ചിരിക്കുക. ഒരു രസമില്ല, കാണാൻ ഒരു ഭംഗി പോലും ഇല്ലടി. എനിക്കിഷ്ടപ്പെട്ടതൊന്നുമില്ല. ഛർദ്ദിക്കാൻ മുട്ടുന്നത് കാണുമ്പോൾ. നാളെ തന്നെ പോയിട്ട് തിരിച്ചു കൊടുത്തോട്ടോ, അല്ലെങ്കിൽ എല്ലാവർക്കും നിന്നെ നോക്കി കളിയാക്കും. ഒരു ദിവസം മാത്രമേ റിട്ടേൺ കൊടുക്കാനുള്ളൂ. വേഗം പോയിട്ട് ഇതാക്കിക്കോ. എന്നിട്ട് ഏതെങ്കിലും ചീപ്പസ്റ്റ് ആയിട്ട് നെയിൽസ് കിട്ടും, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എല്ലാവരും നിന്നെ നോക്കി ചിരിക്കും. എനിക്കിത്രേ പറയാനുള്ളൂ. എനിക്കിതിൻ്റെ റിവ്യൂ കാണുമ്പോൾ രസമില്ലടി, കാണാനൊരു രസമില്ല, ഭംഗിയില്ല. ഇത് ജാടടിക്കാൻ മാത്രം കൊള്ളാം, കാണാൻ ഒരു ഗുണമില്ല. നിൻ്റെ നെയിൽസിനൊക്കെ ഇട്ട പൊട്ടത്തിന് പോലെ കേട്ടോ. അതുകൊണ്ട് നാളെ തന്നെ പോയിട്ട് അത് റിട്ടേൺ കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ എന്തായാലും റിട്ടേൺ എടുക്കില്ല. എന്നിട്ട് ഏതോ ചീപ്പായിട്ടുള്ള വാങ്ങി, എക്സ്പെൻസീവായിട്ട് വാങ്ങിയിട്ട് ഒരു രസമില്ല. എന്തിനാ വെറുതെ 500 രൂപ കളയുന്നത്? 20 രൂപേൻ്റെ ഫാൻസി നെയിൽസായിട്ട് ഇട്ടൂടെ നിനക്ക്? കാണൊരു കൊള്ളമില്ല. ശരിയാടി, എനിക്കും തോന്നി നാളെ തന്നെ റിട്ടേൺ കൊടുക്കാല്ലേ. 500 രൂപ എന്തിനാടി വെറുതെ കളയുന്നില്ല? ചീപ്പായിട്ട് 20 രൂപേൻ്റെയൊക്കെ വാങ്ങിയാൽ മതിയായിരുന്നു. നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ എന്തായാലും നല്ല ഫാൻസി നെയിൽ പോളിഷിൻ്റെ കടയിൽ പോയിട്ട് അത് തിരിച്ചെടുത്തിട്ട് ഫാൻസിക്ക് 20 രൂപേൻ്റെയൊക്കെ വാങ്ങാം. നീ പറഞ്ഞത് ശരിയാടി. നിൻ്റെ റിവ്യൂ മാത്രം കേട്ടാൽ മതിയായിരുന്നു, എല്ലാവരും എന്നെ നോക്കി ശരിക്കും. താങ്ക് യു ഡി, നല്ല റിവ്യൂ ആട്ടോ, അടിപൊളി. ആടി പിന്നെ സൗണ്ട് കേൾക്കാൻ ഒരു ഗുണമില്ലടി. അതിൽ പേപ്പറൊക്കെ കരണ്ടൊന്നുമില്ല, അതേപോലെ തന്നെ ഉണ്ട്, ഒരു രസമില്ല. അവളത് വിശ്വസിച്ചു, ഞാനാരം മുതലേ. ഇനി അവൾ നാളെ ഫാൻസി നെയിൽ പോളിഷിൻ്റെ കടയിൽ കൊടുക്കും, എന്നിട്ട് ഫാൻസി കടയിൽ നിന്ന് വാങ്ങും. ഞാൻ നാളെ 500 രൂപയുടെ സാധനമിട്ട് വാങ്ങി ഇതാക്കും. ഞാൻ നാളെ ഒരു പുള്ളി പൊള്ളിക്കും. ടീന ആള് സൂപ്പറടി, ടീന ആള് സൂപ്പറടി. പിന്നെ ആ മണ്ടത്തിയൊക്കെ വേഗം വിശ്വസിക്കും. എടി ഒരു കോണമില്ലടി, സത്യട്ടോ. ഫാൻസി കടയിൽ ഒന്ന് പോയിട്ട് ചീപ്പായിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. എലി കരണ്ട പോലെ സൗണ്ട് അതിന്. നീ പറഞ്ഞത് ശരിയാടേ, കാണാൻ ഒരൊറ്റ കൊള്ളില്ല, സൗണ്ട് എലി കരണ്ടതാണല്ലേ. ഞങ്ങൾ തന്നെ തിരിച്ചു കൊടുക്കാടി, വെറുതെ വാങ്ങി. നാളെ തന്നെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള വാങ്ങണം. ഒരു സ്കൂൾ വിട്ടു, ഞാൻ എന്നാൽ പോട്ടെ. ഞാൻ എന്തായാലും നാളെ വരുമ്പോൾ അടിപൊളിയിട്ട് നെയിൽസാക്കിയിട്ട് വരാം കേട്ടോ. താങ്ക് യു, എൻ്റെ റിവ്യൂ കേട്ടതിൽ താങ്ക് യു. എനിക്ക് തോന്നിയടി. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞിട്ട് ഞാനിത് വാങ്ങിയത്. എനിക്കിഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ
പക്ഷെ ഡ്രസ്സില്ല, ജാടൊക്കെയാണല്ലോ കൊള്ളു. അതെനിക്ക് തോന്നി ആടി ജാടൊക്കെന്നെ കൊള്ളു. ഞാൻ നാളെ തന്നെ ഞാൻ നാളെ തന്നെ സ്കൂള് വിട്ടു. ഞാനര മുതല്. അയ്യോ, ലാസ്റ്റത്തെ പീസ് നെയിൽ അവൾ കൊണ്ടുപോയി. സമാധാനം. ആരും വാങ്ങണ്ടായിരുന്നില്ല. എല്ലാവരും ഒന്ന് കണ്ടോട്ടെ. ഓ, എന്നിട്ട് സാവിത്രി എടുത്തിട്ട് ഭാഗ്യം. സാവിത്രി പുതിയ സാധനങ്ങളൊക്കെ വന്നു കേട്ടോ. സെബാമെൻറ്റിൻ്റെ എക്സ്ട്രാ ക്രീം സോഫ്റ്റ് pH 5.5 ഉള്ള ക്രീം. പിന്നെ ജെർജിൻസിൻ്റെ ഒറിജിനൽ സെൻസിൻ്റെ ക്രീം ലോഷനും. പിന്നെ യാർഡ്ലിൻ്റെ ഇംഗ്ലീഷ് റോസ് ലെൻഡിൻ്റെ സ്പ്രേ. എന്തെങ്കിലും വേണോ? ഇന്നത്തെ നെയിൽസ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ക്ലാസ്സിൽ പോയി ജാട കളിച്ചില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവരും നോക്കിയില്ലേ? ആരോ ഉണക്കപ്പെട്ട് നെയിൽസ് വന്നിരിക്കുന്നു. എല്ലാവരും നോക്കല്ലോ ചെയ്തേ, എല്ലാവരും കളിയാക്കുക ചെയ്തേ. നിങ്ങളൊക്കെ വിശ്വസിച്ച് ഓരോ സാധനങ്ങൾ വാങ്ങുന്നില്ലേ? നമ്മൾ പറയണം. ലാസ്റ്റത്തെ ഡേ ഇന്ന് മാത്രമല്ലേ ഉള്ളൂ. എന്നാൽ എൻ്റെ സാധനം റിട്ടേൺ തന്നേക്ക് കേട്ടോ. എൻ്റെ സാധനം റിട്ടേൺ തന്നോ. എനിക്ക് വേണം, ഇതിൻ്റെ പൈസ വേണം. ഞാൻ റിട്ടേൺ തരാൻ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളൊരു ജെർജിൻസും നിങ്ങളൊരു ക്രീമും നിങ്ങളൊരു സ്പ്രേയും. ഇതാ നിങ്ങളുടെ നെയിൽസ്. എനിക്കൊന്നും വേണ്ട. കൊള്ളിക്ക് കളറടിച്ച പോലെ നെയിൽസ്. എന്നാ നിങ്ങൾ തന്നെ എടുത്തോ. നിങ്ങളെ നെയിൽസ് എനിക്ക് വേണ്ട. എൻ്റെ പൈസ റിട്ടേൺ തന്നു. നിങ്ങൾക്ക് വേണ്ട? അയ്യോ, നിങ്ങളൊക്കെ പൊട്ട് നെയിൽസ് ആരത് പറഞ്ഞത്? എന്നാ ഞാൻ പൈസ റിട്ടേൺ തരാം. എന്നാ നിങ്ങളെ പൈസ എൻ്റെ പൈസ. ₹5 കളയാൻ വേണ്ടി ഓരോ നെയിൽ പോളിഷ് കട വന്നിരിക്കുന്നു. ഞാൻ നാളെ ഫാൻസി കടയിൽ നിന്ന് വാങ്ങിക്കോളും കേട്ടോ. നിങ്ങളുടെ അടുത്ത് നിന്നൊക്കെ വാങ്ങിയാൽ എന്നെ പറയണം. ഓരോ സാധനങ്ങൾ വില കൂടി വെച്ചിട്ട് ആരാ വാങ്ങും നിങ്ങളുടെ അടുത്ത് നിന്നൊക്കെ? തട്ടിപ്പേ. നിങ്ങൾക്ക് വിശ്വസിച്ച് ആരും വാങ്ങില്ല. എന്നാ ഞാൻ പോട്ടെ. മാളു ചേച്ചിയെ, എന്നാ ഞാൻ പോകുന്നേ. എന്നാ ഓക്കെ അടി. എന്താ അതിനിപ്പം കാരണം? ഇതാരാ? പുതിയ ആളാണല്ലോ. പേരെന്താ? എന്തിനാ വന്നത്? ചേച്ചി, പേര് ടീന. ഇപ്പൊ ഒരു കുട്ടി ഒരു നെയിൽസ് തന്നിട്ട് പോയിട്ടില്ലേ? ആ നെയിൽസ് ഒന്ന് തരാവോ? ₹500 തരാവോ ചേച്ചി? ഇത് ഈ ഒരു നെയിൽസ് 5 പേർ വരുന്ന ഈ ഒരു നെയിൽസ് ഇതെടുക്കുകയാണെ ഞാൻ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ലോഷനും പിന്നെ ഒരു ക്രീമും ഞാൻ എടുക്കാവേ. ഇത് ഞാൻ എടുക്കാം. പിന്നെ ഈ ഒരു സാധനം സ്പ്രേ ഞാൻ എടുത്തന്നെ ചേച്ചി. ഇതിന് ഞാൻ പൈസ തരാം. പൈസ ഇത്രയും സാധനം ഒരു കുട്ടി വാങ്ങുന്നു. എടുത്ത മോളെ ടോട്ടല് ₹500 ആയിട്ടുണ്ട്. പൈസ സമാധാനമായി. ആ കുട്ടിയെങ്കിലും വാങ്ങിപ്പോയല്ലോ. അടിങ്കാസ്ത ഞാനും വാങ്ങി നെയിൽസ് വാങ്ങി ഞാനും വാങ്ങി. ഇതെങ്ങനെ ഫിറ്റാക്കി? ഇത് ഇങ്ങനെ
ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അടിപൊളി. ഇനി നമ്മൾ സയൻസ് ബുക്ക് എടുത്ത് നോക്കാം. ശരിയാ, നല്ല രസമുണ്ട്. വീഡിയോക്കാരൻ്റെ പോലെ ഒന്നും സൗണ്ട് കേൾക്കുന്നില്ല. അടിപൊളി സാധനം. ഞാനൊന്ന് സ്കൂളിൽ പോവാണേ. സ്കൂളെത്തി. അയ്യോ, സാവിത്രി വരുന്നുണ്ടല്ലോ. അവൾ നെയിൽസ് കിട്ടില്ലേ? ചിലപ്പം കിട്ടിയല്ലായിരിക്കും, ഫാൻസി കടയിൽ. ഹായ്, ഇല്ല സോറി. ഹായ് ഹായ് സാവിത്രി. ഈ കൈ എടുക്കാത്ത ഭാഗ്യം. പിന്നെ അവൾ എന്നോട് ചോദിക്കലുണ്ടാവുക. ഹായ് ഡി. ഞാൻ നെയിൽസ് കൊടുത്തിട്ടിതാ. എന്തായാലും നീ പറഞ്ഞത് ശരിയായിരുന്നു. ഒരു ഓണം ഉണ്ടായില്ല നെയിൽസ്. എടി, നീ എന്താണ് മറ്റേ കൈ ഇതാക്കത്തെ? എപ്പോഴും ലെഫ്റ്റ് ഹാൻഡിനെ കൊണ്ടാണല്ലോ ഹായ് ആക്കാറ്. ഇത് റൈറ്റ് ഹാൻഡിനെ കൊണ്ടാക്കുന്നേ. എന്തൊരു റൈറ്റ് ഹാൻഡും കാണിക്കടി. നമുക്ക് ഇങ്ങനെ ആക്കാം. ഞാനൊരു പുതിയ റീൽ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ക്ലാപ്പ് ചെയ്യാം, എന്നിട്ടിങ്ങനെ എന്നിട്ടിങ്ങനെ എന്നിട്ടിങ്ങനെ. നമുക്കത് ചെയ്യാം. അയ്യോ, ചോദിച്ചു. ആടി, നമ്മൾക്ക് എടുക്കാം. ഇതാടി, നമുക്ക് കഴിക്കാം. ഇങ്ങനെ 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 അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? എടി, നിന്റെ ഗെയിമിൽ ഞാൻ ആദ്യം യൂസ് ചെയ്ത നെയിൽസോ? അപ്പൊ ഇതിനാലേ നീ പറഞ്ഞത്? അടി, നീ എന്താടി, നല്ല രസമുണ്ടായിരുന്നു. നിന്റെ വാക്ക് കേട്ട് ഞാനത് തിരിച്ചു കൊടുത്തു. ഗിവ് മീ മൈ നെയിൽസ്. ദാറ്റ് ഈസ് മൈ നെയിൽസ്. ഇത് എൻ്റെ നെയിൽസ് ആണ്. എനിക്ക് നെയിൽസ് ഇപ്പം തന്നോളണം. ടീന, നീ വെറും ഫേക്ക് ഫ്രണ്ടാണ്. ഗിവ് മീ മൈ നെയിൽസ്. പിന്നെ ഞാൻ നിനക്ക് 500 രൂപയും കൂടി തരാം. എനിക്ക് ആ നെയിൽസ് ഇപ്പം വേണം. എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ വേണം. അപ്പം എന്നെ ആരും നോക്കാതെ എന്നെ കണ്ട് ചിരിച്ച് നിന്നെ എല്ലാവരും നോക്കാനല്ലേ നിന്റെ അടവായിരുന്നില്ലേ അത്? എനിക്ക് കാണിച്ചിരുന്നുണ്ട് ഫേക്ക് ഫ്രണ്ട് ടീന. ഹെല്ലടി. അത് പിന്നെ ഞാൻ രസം കണ്ടപ്പോൾ ഞാൻ പിന്നെ ഇന്നലെ എൻ്റെ ഡാഡി മമ്മീൻ്റെ പേരും പിന്നെ ഇവിടെ ബ്യൂട്ടി കടയിൽ പോയപ്പം ഞാൻ അവിടുന്ന് പിന്നെ നെയിൽസ് കണ്ടപ്പോൾ എനിക്കിതൊന്ന് തോന്നി, ഇതൊന്ന് വാങ്ങി നോക്കി ട്രൈ ചെയ്യാമെന്ന്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയില്ലേ, ഞാൻ അവർക്ക് 500 രൂപയും കൊടുത്തു. ഇനി എനിക്ക് ഇത് നെയിൽസ് ഇല്ലാതെ പറ്റത്തില്ല. ഞാനെന്നെ ചേർത്തില്ല. ഇത് എൻ്റെ നെയിൽസാണ്. പൊക്കോ, ഞാൻ ഫേക്ക് ഫ്രണ്ട് തന്നെയാണ്. ഞാൻ എന്നാലല്ലേ ഞാൻ നീതു മുളപ്പുറം പോയിക്കോളും കേട്ടോ. നിൻ്റെ അപ്പുറം വരുന്നില്ല. നിൻ്റെ അപ്പുറം ആരെയും വരുന്നത്? ആരും വരത്തില്ല നിൻ്റെ അപ്പുറം. അപ്പം ഇതായിരുന്നു ഗായ്സ് നമ്മളെ നെയിൽസ് വാങ്ങി. ഇതൊരു ഫണ്ണി ആൻഡ് കോമഡി വീഡിയോ ആണ്. അപ്പം നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഗ്രീൻ ഹാർട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസിനെ ഇനിയും വരുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരും താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇങ്ങനത്തെ ഒരുപാട് വീഡിയോകളായി ഇറ്റ്സ് മീ ചാച്ചു വരുന്നതായിരിക്കും. ബൈ. See you from It's me, Chachu.